ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന സ്നേഹബഹുമാനപ്പെട്ട ജോഷിയച്ച, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സന്യസ്തരെ, യുവതി യുവാക്കന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മൾ ഇന്ന് പീഡാനുഭവ വാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ല ഒരാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ഭാഷ ആഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ഒരുപക്ഷെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മളുടെയൊക്കെ ജീവിതം ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഈ ആഴ്ചയുമായിട്ട് ബന്ധപ്പെടുത്തിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. നമ്മൾക്കറിയാം, കർത്താവിന്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവൻ ഏറ്റവും പ്രധാനപ്പെട്ട ആഴ്ചയിലെ ദിവസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരിക അത് ഞായറാഴ്ചയാണെന്ന് പറയാനായിട്ടുള്ളൊരു വെമ്പലാണ്. എന്തുകൊണ്ടാണ് ഞായറാഴ്ച ഇത്ര പ്രാധാന്യം അർഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം മറ്റൊന്നുമല്ല, കർത്താവ് ഉയർപ്പിക്കപ്പെട്ടത് ഞായറാഴ്ചയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. എല്ലാ വെള്ളിയാഴ്ചകളും അവന് പരിപാവനമാണെന്ന് മനസ്സിലാക്കാനായിട്ടും എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഉപവാസം എടുക്കണമെന്ന് പറയാനായിട്ടും ദൈവത്തിന്റെ പീഡാസഹനവുമായിട്ട് ചേർന്ന് നിൽക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ആഴ്ചയിലെ ദുഃഖവെള്ളിയാഴ്ച, അതായത് ഈശോ മരിച്ചത് ഒരു വെള്ളിയാഴ്ചയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. എല്ലാ വ്യാഴാഴ്ചയും പരിശുദ്ധ കുർബാനയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ആധ്യാത്മികത അനുഷ്ഠിച്ചു പോരുന്നവരാണ് കത്തോലിക്കരായിട്ടുള്ള നമ്മളെല്ലാവരും. അങ്ങനെ ഈ ആഴ്ചയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കത്തോലിക്ക സഭയിലെ മുഴുവൻ ആഴ്ച, മുഴുവൻ ദിവസങ്ങളും, മുഴുവൻ നമ്മുടെ ജീവിതം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നതെന്നുള്ള ആ സത്യം ഇന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ഓശാന ഞായറാഴ്ചയെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഴ്ചയുടെ കവാടമായിട്ട് വിശേഷിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദിവസത്തെ പ്രധാനമായിട്ടുമുള്ള ചില ചിന്തകൾ മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് തരാനായിട്ട് ഒരുമിച്ച് ഈശോയോടൊപ്പം ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്, വിജാതീയ ദേശങ്ങളിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്രയിലായിരുന്നു ഈശോ മിശിഹ. ഈശോ മിശിഹ തന്നെ പല പ്രാവശ്യം പറയുന്നുണ്ട്, ജെറുസലേം പ്രവാചകന്മാരെ കൊല്ലുന്ന ഒരു നഗരമായിട്ട് ഈശോ മിശിഹ പല പ്രാവശ്യം പറയുന്നുണ്ട്. മറ്റ് നഗരങ്ങളിൽ നിന്ന് ജെറുസലേമിലേക്ക് വരിക എന്നർത്ഥമാക്കുന്നത് യഥാർത്ഥത്തിൽ സഹനത്തിലേക്ക് കടന്നു വരിക എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഈശോ മിശിഹ സഹനത്തിലേക്കാണ് പ്രവേശിക്കുന്നതെന്ന് ഈശോ മിശിഹായ്ക്ക് മാത്രമേ ആ നിമിഷം അറിവുള്ളായിരുന്നു. അവിടെ നമുക്കെല്ലാവർക്കും അറിവുള്ളൊരു കാര്യം, ഈശോ മിശിഹ ആരുടെ പുറത്ത് കയറിയാണ് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ല കാര്യമാണ്. ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയാണ് അവൻ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നതെന്ന് നമ്മൾ വായിച്ചു കേട്ടു. ഈ കഴുതക്കുട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആരും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു കഴുതയായിരുന്നുവെന്ന് സുവിശേഷകൻ അവിടെ രേഖപ്പെടുത്തുകയാണ്. ആരും ഇതുവരെ ഇരുന്നിട്ടില്ലാത്ത, ഒരു കാര്യത്തിനും ഉപയോഗിക്കപ്പെടാത്ത ഒരു കഴുതയുടെ മുകളിലാണ് ഈശോ മിശിഹ രംഗപ്രവേശനം ചെയ്യുന്നത്, ജെറുസലേം പ്രവേശനം നടത്തുന്നത്. എന്താണ് ഈ കഴുതക്കുട്ടിയുടെ പ്രത്യേകത? ഒരുപക്ഷെ ആരാലും ഉപയോഗിക്കപ്പെടാത്ത, ഉപേക്ഷിക്കപ്പെട്ട ഒരു കഴുതയായിരിക്കാം അത്. നമുക്കറിയാം, അന്നത്തെ സാഹചര്യത്തിൽ ഈ കഴുതയുടെ പുറത്താണ്, കഴുതകളുടെ പുറത്താണ് സാധനങ്ങൾ കൊണ്ടുപോയിരുന്നതും ആൾക്കാരെ കൊണ്ടുപോയിരുന്നതും ഒക്കെ. ഈ ആൾക്കാർ അതിന് മുകളിൽ കയറി പോയിരുന്നതും ഒക്കെ നമുക്ക് അറിവുള്ള കാര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ആരാലും ഉപയോഗിക്കപ്പെടാത്ത ഒരു കഴുത അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട വലിയ ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ഇത്തരമുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ആരാലും ഗൗനിക്കപ്പെടാതെ നിൽക്കുന്ന അവസ്ഥ, ആരാലും കരുതപ്പെടാതെ നിൽക്കുന്ന അവസ്ഥ,
ആരാലും സ്നേഹിക്കപ്പെടാതെ നിൽക്കുന്ന അവസ്ഥ, ആരാലും അംഗീകരിക്കപ്പെടാതെ നിൽക്കുന്ന ഒരവസ്ഥ, ജീവിത പങ്കാളി പരസ്പരം അംഗീകരിക്കാത്ത ഒരവസ്ഥ, ഇങ്ങനെ തുടങ്ങി നീളുന്നു ഈ നിര. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ആരാലും ഉപയോഗിക്കപ്പെടാതെ, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നിന്ന ആ കഴുതക്കുട്ടിയെ ദൈവമായ ഈശോ മിശിഹ കണ്ടു എന്നുള്ള കാര്യം നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കണം. നമ്മുടെ ജീവിതങ്ങളും ദൈവത്തിന്റെ മുമ്പിൽ വിലപ്പെട്ടതാണെന്നും, നമ്മളുടെ മുമ്പിൽ ഈശോ മിശിഹ കൂടെയുണ്ടെന്നും, നമ്മുടെ കൂടെ ഈശോ മിശിഹ ഉണ്ടെന്നും, എല്ലാവരുടെയും കൂടെ ഈശോ മിശിഹ ഉണ്ടെന്നും, അധകൃതരായിട്ടുള്ളവരുടെ, ദരിദ്രരായിട്ടുള്ളവരുടെ, പണക്കാരന്റെ കൂടെയും പാവപ്പെട്ടവന്റെ കൂടെയും ഈശോ മിശിഹ ഉണ്ടെന്നുള്ള ആ വലിയ ചിന്ത ഇന്ന് ഈശോ മിശിഹ നമുക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈശോ മിശിഹ ആ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയാണ് ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കഴുതയോട് ബന്ധപ്പെടുത്തി തന്നെ മറ്റൊരു ചിന്ത എന്ന് പറയുന്നത്, എളിമയുടെ നിറകുടമായിട്ട് നിൽക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. ഈ കഴുതക്കുട്ടി നമ്മളെ പഠിപ്പിക്കുകയാണ്, എളിമയുള്ളവരായിരിക്കുവാനായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യം മാത്രമാണ്. ഈശോ മിശിഹ ഉള്ളത് കൊണ്ട് മാത്രമായിരുന്നു ആ കഴുതക്കുട്ടിക്ക് അത്ര പ്രാധാന്യം അന്നത്തെ ദിവസം കൈവന്നതെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ആ ദൈവം സ്വന്തം ചുമലിൽ കയറി ഇരുന്ന് പോകുമ്പോൾ എല്ലാവരും ആർത്ത് വിളിക്കുന്നത് കണ്ട്, ഹോസാന, ഞങ്ങളെ രക്ഷിക്കണമേ, ഹീബ്രു ഭാഷയിൽ, യഹൂദരുടെ ഹീബ്രു ഭാഷയിൽ അവർ ഹോഷിയാന എന്നാണ് പറയുന്നത്. ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ആർത്ത് ഉല്ലസിച്ച് വിളിക്കുമ്പോൾ, ഒലിവിൻ ചില്ലകളെ ഏന്തിക്കൊണ്ട് ആർത്ത് ഉല്ലസിച്ച് വിളിക്കുമ്പോൾ, ആ കഴുത വിചാരിക്കുന്നുണ്ടായിരിക്കാം, ഒരുപക്ഷെ എനിക്ക് വേണ്ടിയായിരിക്കാം ഈ മുറവിളിയും ആർപ്പുവിളിയും, എന്നെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നതാകാം എന്നൊരു ചിന്ത ആ കഴുതക്കുട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ കഴുതക്കുട്ടിയുടെ ചിന്ത തെറ്റാണെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ ഈശോ മിശിഹായെ ചുമക്കുന്ന കഴുതകളായി മാറാനായിട്ട് നമ്മളെ ഈശോ മിശിഹ വിളിക്കുകയാണ്. എളിമ ഉള്ളവരായിരിക്കുവാനായിട്ട്, കരുണയുള്ളവരായിരിക്കുവാനായിട്ട്, ഈശോ മിശിഹായെ ചുമക്കുന്നവരായിട്ട് മാറാനായിട്ട് നമ്മളോട് ഇന്നത്തെ സുവിശേഷം ആവശ്യപ്പെടുകയാണ്. മറ്റൊരു ചിന്തയെന്ന് പറയുന്നത്, ഈശോ മിശിഹ ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കടക്കുക എന്ന് പറയുന്നത് പഴയ നിയമ വായനയിലെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ആണെന്ന് തോന്നുന്നു. സോളമൻ രാജാവ് രാജാവായിട്ട് അഭിഷിക്തനായിട്ട് അഭിഷിക്തനാകാനായിട്ട് കടന്നു വരുന്നത് ഒരു കഴുതക്കുട്ടിയുടെ പുറത്താണ്. എന്താണ് കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്ന സോളമൻ രാജാവിന്റെ പ്രത്യേകത? ദാവീദ് രാജാവിന്റെ ഭരണകാലത്ത് അവിടെ ഉണ്ടായിരുന്ന രക്തച്ചൊരിച്ചിലുകൾക്ക് ശേഷം ഇനി വരുന്നത് യഥാർത്ഥത്തിൽ സമാധാനത്തിന്റെ നാളുകളാണെന്ന് സോളമൻ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വന്നുകൊണ്ട് അവിടെ പ്രഖ്യാപിക്കുകയായിരുന്നു. സാധാരണയായിട്ട് രക്തച്ചൊരിച്ചിലിന് പോകാനായിട്ട് നിൽക്കുന്ന രാജാക്കന്മാര് കഴുതക്കുട്ടിയുടെ പുറത്ത് പോകാറില്ല, കുതിരകളുടെ പുറത്താണ് പോകാറുള്ളത്. എന്നാൽ ആ കുതിരയെ മാറ്റി നിർത്തിക്കൊണ്ട് കഴുതയുടെ പുറത്ത് കയറി വന്ന സോളമൻ രാജാവ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ സമാധാനത്തിന്റെ നാളുകൾ ആരംഭിക്കുകയാണെന്ന് അവിടെ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതേ ശൈലിയിലാണ് ഈശോ മിശിഹ ഇവിടെ ഇന്നത്തെ സുവിശേഷത്തില് കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറുസലേം നഗരത്തിലേക്ക് കടന്നു വരുന്നത്. സമാധാനത്തിന്റെ രാജാവ്, സമാധാനം തന്നെയായ ഈശോ മിശിഹ അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നുവെന്ന് അവരെ ഈശോ മിശിഹ പഠിപ്പിക്കുകയാണ്, യഹൂദ ജനതയെ പഠിപ്പിക്കുകയായിരുന്നു. ഇത് തന്നെയാണ് നമ്മളോട് ഇന്നത്തെ കുർബാനകളിലൂടെ, ഇന്നത്തെ പരിശുദ്ധ കുർബാനയിൽ ഈശോ മിശിഹായും പറഞ്ഞു വെക്കുന്നത്. സമാധാനം നിങ്ങളോടുകൂടെ, സമാധാനം നമ്മോടുകൂടെ എന്ന് പറയുമ്പോൾ നമ്മളോടും ഈശോ മിശിഹ പറയുന്നത് സമാധാനമായ ഈശോ മിശിഹ നമ്മളോടൊപ്പമുണ്ടെന്നുള്ള കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ മിശിഹ കേവലം ഭൗതികമായ രാജ്യത്വത്തിലേക്ക് വന്ന വ്യക്തിയല്ല, മറിച്ച് ആത്മീയമായ വിടുതൽ നൽകാനായിട്ട്, ആത്മീയമായ സമാധാനം നൽകാനായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന വ്യക്തിയാണെന്ന് ഈശോ മിശിഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഓശാന ഞായറുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞായിരുന്നു, പീഡാനുഭവ ആഴ്ചയിലേക്കുള്ള, നല്ല ആഴ്ചയിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ് ഓശാന ഞായറെന്ന് ഞാൻ പറയുകയുണ്ടായി. ഈ ആഴ്ചയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ
അടുത്ത ഒരു ചോദ്യം എനിക്ക് നമ്മളോടെല്ലാവരോടും നമ്മൾ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: ഈ പീഡാനുഭവ ആഴ്ചയില് ആരുടെ സ്ഥാനത്ത് നിൽക്കാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യം നമ്മളോട് തന്നെ നമ്മൾ ഈ ദിവസം ചോദിക്കണം. ഇന്ന് ഓശാന പാടിയ ജെറുസലേം നിവാസികളുടെ സ്ഥാനത്ത് നിൽക്കാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. 6 ദിവസങ്ങൾക്ക് ശേഷം അവനെ ക്രൂശിക്കുക, ഓശാന എന്ന് പാടി ആർത്തുല്ലസിച്ച ഈ ജനം തന്നെ അവനെ ക്രൂശിക്കുക എന്ന് പറയാനായിട്ട് വെമ്പൽ കൊള്ളുകയാണ്. അവനെ ക്രൂശിക്കുക എന്ന് എല്ലാവരുടെയും മുൻപിൽ ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് ഈശോയുടെ മുൻപിൽ നിൽക്കുകയാണ്. 6 ദിവസം കൊണ്ട് മാറി മറിയുന്ന ഒരു ജനതയെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ സ്ഥാനത്ത് അവരെ ക്രൂശിക്കുക എന്ന് വളരെ ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ നേരെ പാഞ്ഞെടുക്കുകയാണ്. ഇവരുടെ സ്ഥാനത്ത് നിൽക്കാനായിട്ടാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? രണ്ടാമതായിട്ട് ചിന്തിക്കേണ്ട ഒരു വ്യക്തി പീലാത്തോസിന്റെ സ്ഥാനത്ത് നിൽക്കാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും അവൻ നീതിമാനാണെന്ന് അറിഞ്ഞിട്ടും ഒരു നിസ്സംഗത മനോഭാവത്തോടെ അവനെ ക്രൂശിക്കാനായിട്ട് വിട്ടു നൽകിയ പീലാത്തോസിന്റെ സ്ഥാനത്ത് നിൽക്കാനായിട്ടാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അതോ പത്രോസിന്റെ സ്ഥാനത്ത് നിൽക്കാനായിട്ടാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ദൈവത്തെ അത്രമാത്രം സ്നേഹിച്ച, നീ ജീവിക്കുന്ന ക്രിസ്തുവാണെന്ന് ഏറ്റുപറഞ്ഞ പത്രോസ് പിന്നെ പീഡാനുഭവ ആഴ്ചയായപ്പോൾ ഈശോയെ തള്ളിപ്പറയുകയാണ്. പത്രോസിന്റെ സ്ഥാനത്ത് നിൽക്കാനായിട്ടാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? യൂദാസിന്റെ സ്ഥാനത്ത് നിൽക്കാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ടോ? യൂദാസ് നമുക്കറിയാം, ഇന്നലെ നമ്മൾ വായിച്ചു കേട്ടത് ലാസറിന്റെ ഭവനത്തിലെ മറിയം കാല് കഴുകിയപ്പോൾ യൂദാസ് ഈ സുഗന്ധതൈലം 300 ധനാരയ്ക്ക് വിറ്റ് അത് പാവങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലേ എന്ന് ആ ഈശോ മിശിഹായോട് ചോദിച്ച പണക്കുതിയനും കപടനുമായ ഒരു യൂദാസിന്റെ സ്ഥാനത്ത് നിൽക്കാനായിട്ടാണോ നമ്മൾ ഈ ദിവസം ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കാം. അതോ കുരിശിൻ ചുവട്ടില് വിശ്വസ്തയോടെ നിന്ന മറിയത്തിന്റെയും മറ്റ് സ്ത്രീകളുടെയും യോഹന്നാന്റെയും, ഈശോ അധികം സ്നേഹിച്ച യോഹന്നാന്റെ സ്ഥാനത്ത് നിൽക്കാനായിട്ടാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യവും ഈ നിമിഷം നമ്മളോട് തന്നെ ചോദിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അവസാനമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഈശോ മിശിഹ ഈ തിരുനാളിനെ എപ്രകാരം കണ്ടു? ഓശാന, ഈശോ മിശിഹ അവിടെ കയറിയപ്പോൾ ഇവര് ഓശാന, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അവര് വളരെ ആവേശത്തോടെ പറയുമ്പോൾ സാധാരണയായിട്ട് ആ നേതാവിനുണ്ടാകേണ്ട, ഈശോ മിശിഹായ്ക്ക് ഉണ്ടാകേണ്ട ഒരു ചിന്ത ഇവിടെ എന്തായിരിക്കുമെന്ന് നമുക്കറിയാം. മനുഷ്യരായിരുന്നെങ്കിൽ സാധാരണയായിട്ട് ആ മനുഷ്യര് യഹൂദ നിവാസികള്, ജൂത നിവാസികൾ അവിടെ പറയുമ്പോൾ, ആർത്തുല്ലസിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ നമ്മളെയൊക്കെ മറന്ന് സ്വയം പൊങ്ങിയിട്ട് ഞാൻ ഇസ്രായേലിന്റെ വിമോചകനാണ്, രാജാവാണെന്ന് വളരെ ആവേശത്തോടെ അഹങ്കാരത്തോടെ പ്രഖ്യാപിക്കാനായിട്ട് ഒരു പക്ഷേ വെമ്പൽ കൊള്ളുമായിരിക്കും. എങ്കിലും ഈശോ മിശിഹ എന്തായിരുന്നു അവന്റെ ജീവിത ലക്ഷ്യമെന്ന്, അവൻ ഇവിടെ ലോകത്തിലായിരുന്ന ലക്ഷ്യം എന്താണെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ഈശോ മിശിഹ എന്തായിരുന്നുവെന്നും പിതാവായ ദൈവം എനിക്ക് നൽകിയ ഉത്തരവാദിത്വം എന്തായിരുന്നുവെന്നും പൂർണ്ണമായിട്ട് ബോധ്യത്തോടെ മനസ്സിലാക്കി അതിനനുസരിച്ച് പീഡാനുഭവ ആഴ്ചയിൽ പ്രത്യേകിച്ച് ഓശാന തിരുനാൾ തുടങ്ങി അന്ന് ഉയർപ്പ് തിരുനാൾ വരെ, ഉയർപ്പ് ഞായർ വരെ വളരെ ഭംഗിയായിട്ട് ഞാൻ എൻ്റെ മിഷൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എൻ്റെ ജീവിത നിയോഗം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ആൾക്കാരുടെ മധ്യത്തിലൂടെ കടന്നുപോയ ഈ ദൈവത്തിലെ തന്നെ രണ്ടാമത്തെ വ്യക്തിയായ ഈശോ മിശിഹ അവന്റെ ജീവിത നിയോഗം നമ്മുടെ മുൻപിലേക്ക്, അവൻ ആ ശിരസ വഹിച്ച പിതാവിന്റെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ച വ്യക്തിയാണെന്ന് നമുക്കറിയാം. സ്നേഹമുള്ളവരെ, നമ്മളും നമ്മുടെ ജീവിതങ്ങളിലൂടെ ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടും ഒരുപക്ഷെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് പേര് നമ്മുടെ ചുറ്റും നമ്മളെ പൊക്കി പറയാനായിട്ടും നമ്മളെ പുകഴ്ത്താനായിട്ടും ഒക്കെ കാണുമെന്നും അത്തരമൊരു സാഹചര്യത്തിൽ പോലും ദൈവം എന്ത് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ടും നമുക്ക് സാധിക്കണമെന്ന് ഈശോ മിശിഹ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്.
ആയതിനാൽ പ്രിയമുള്ളവരെ, ഈ വിചിന്തനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പ്രത്യേകമായി നമുക്കുണ്ടാകേണ്ട 3 ചിന്തകളെ കുറിച്ചൊക്കെ നമുക്ക് ധ്യാനിക്കാം. ഇന്ന് നമ്മൾ ചിന്തിച്ച 3 പ്രധാനപ്പെട്ട ചിന്തകൾ: ഈശോ മിശിഹ ആരായിരുന്നുവെന്നും എന്തായിരുന്നുവെന്നും ലോകത്തിലേക്ക് അവൻ എന്തിനു വന്നുവെന്നുമുള്ള ബോധ്യം അവനുണ്ടായിരുന്നു എന്നുള്ള ആ ചിന്ത നമുക്ക് ഓർമ്മിക്കാം. ഒരു കഴുതക്കുട്ടിയായിട്ട്, ഈശോ മിശിഹായെ ചുമക്കുന്ന ഒരു കഴുതക്കുട്ടിയായിട്ട്, സമാധാന രാജാവിനെ ചുമക്കുന്ന ഒരു കഴുതക്കുട്ടിയായിട്ട് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ മാറാനായിട്ട് നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. പീഡാനുഭവ ആഴ്ചയിൽ ആരുടെ സ്ഥാനം തിരഞ്ഞെടുക്കണമെന്ന് ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് ആത്മശോധന ചെയ്യാം, നമുക്ക് ചിന്തിക്കാം. ഇതിനുള്ള കൃപ കർത്താവ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ഓശാന തിരുനാളിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ വികാരിയച്ഛന്റെ പേരിൽ, ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എല്ലാവർക്കും നേരുകയാണ്. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.